ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പൊ ഇന്ന് അവസാനമായിട്ട് കണ്ട ഭാഗം എന്ന് പറയുന്നത് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടവർക്ക് അറിയാമായിരിക്കാം. നമ്മുടെ രേവതി മീരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ശ്രുതി ഒഴിവാക്കി വിടുന്നതാണ് കേട്ടോ രേവതിനെ അവിടുന്ന്, ശ്രുതിയുടെ മോനെയും അതുപോലെ തന്നെ അമ്മേനെയൊക്കെ മാറ്റാനായിട്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മീരയുടെ വീട്ടിൽ ബീരാനിക്ക വരികയാണ്. അപ്പം ബീരാനിക്ക വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. നമ്മുടെ രേവതിക്ക് ബീരാനിക്കനെ അറിയാം. അപ്പം ബീരാനിക്ക ഇപ്പൊ ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ. അപ്പൊ ബീരാനിക്ക വന്നേക്കുന്നത് തന്നെ അവിടെ ആട്ടിന്റെ ഇറച്ചി എങ്ങാണ്ട് കൊടുക്കാനാ. അപ്പൊ പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മീര ഒഴിവാക്കി വിടുകയാണ് ബീരാനിക്കാനെ. അങ്ങനെ നമ്മുടെ രേവതി എങ്ങനെയൊക്കെയോ രേവതി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തട്ടി മുട്ടി നമ്മുടെ ബീരാനിക്ക രക്ഷപ്പെട്ടു പോവുകയാണ്. ശ്രുതിയുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പൊ അങ്ങനെ ബീരാനിക്ക പോയി. അതിനിടയിലാണെങ്കിൽ പൂ കൊടുക്കാനായിട്ട് വന്ന നമ്മുടെ രേവതിനെ പിടിച്ചു നിർത്തി, പൂ രണ്ടെണ്ണം കൂടെ വേണോ, അതുകൊണ്ട് അതുകൂടെ കെട്ടി തന്നിട്ട് പോയാൽ മതി എന്ന് പറയാം. അപ്പൊ അത്രയും കൂടെ ലേറ്റ് ആവുമല്ലോ നമ്മുടെ രേവതി തിരിച്ചു പോകാനായിട്ട്. ഒരു വിധത്തിൽ നമ്മുടെ രേവതി സമ്മതിച്ചു കേട്ടോ. ഏതായാലും ഇതേ സമയം നമ്മുടെ സച്ചിനെയും ഒഴിവാക്കി. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയും ഒരു ചെറിയൊരു ഹൈറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞ് എന്ന് ഇടൂല്ലോ ഉച്ചയ്ക്ക്. ആ വിശേഷത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുവരെ ഇന്ന് എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും കൂടെ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ഫൈറ്റിംഗ് വേറെ ഒന്നിനുമല്ല, ശ്രുതി അവിടുന്ന് പോകാൻ വേണ്ടി പറയുമ്പോഴേക്കും ശ്രുതിക്ക് ആ കുട്ടിയോട് സ്നേഹമില്ലാത്ത രീതിയിൽ പറയുന്നത് പോലെ ശ്രുതിയുടെ അമ്മയ്ക്ക് തോന്നുകയാണ്. നീ നിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, നീ നിന്റെ കുട്ടിയുടെ കാര്യം നോക്കുന്നില്ലല്ലോടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ആദിമോൻ ആ സത്യം മനസ്സിലാക്കുന്നത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടവർക്ക് അറിയായിരിക്കാം. അങ്ങനെ ആ ഒരു സത്യം അറിയുന്നത് വേറൊന്നുമല്ല, ശ്രുതിയാണ് തൻ്റെ അമ്മ എന്ന സത്യം ആ കുട്ടി അങ്ങനെ അറിയാണ് അവിടെ. ഇത് ആ കുട്ടി അറിഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടിക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ്. ആ കുട്ടിക്ക് അപ്പം തന്നെ എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, എൻ്റെ ആൻറ്റി തന്നെയാണല്ലേ എൻ്റെ അമ്മ, സ്കൂളിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ചാട്ടിയും പിടിക്കുമ്പോഴേക്കും ശ്രുതി ഒരു തരത്തിൽ പറഞ്ഞ് ആ കുട്ടീനെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് കാര്യങ്ങൾ പിടികിട്ടും കേട്ടോ. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിയും ബോധവും വെളിവും ഒക്കെ ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ തൻ്റെ ആൻറ്റിയാന്ന് പറയാതെ അവിടെ നമ്മുടെ ആദ്യം വന്ന് നിൽക്കുന്നത്. ആൻറ്റിയാന്നെങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ശ്രുതിയുടെ കാര്യം അപ്പോഴേ പോയേനെ. അപ്പൊ കുട്ടിക്ക് ഇച്ചിരി വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടി പറയാത്തത്. അപ്പം കുട്ടി പറയുന്നുണ്ട്, ഞാൻ അമ്മയാണ് എന്ന് ആരോടും പറയില്ല, പക്ഷേ എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, എൻ്റെ അമ്മേനെ എനിക്ക് കണ്ണു തുറക്കുമ്പോൾ ഫസ്റ്റ് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് ഒക്കെയാണ് നാളെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് കേട്ടോ. നാളത്തെ വിശേഷത്തിൽ കാണുന്നത്. അപ്പൊ അത് ഞാൻ കൂടുതൽ വിവരിക്കാത്തത് ഇന്നലെ ഞാൻ പറഞ്ഞത് കൊണ്ടാണേ. അപ്പം പിന്നത്തെ ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീര രേവതിനെ വീണ്ടും വീണ്ടും അവിടെ പിടിച്ചിരുത്താണ്. അപ്പം നമ്മുടെ മീര ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ രേവതിനെ കൊണ്ട് ഇങ്ങനെ കഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം മീര ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറയാൻ, ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, എന്നെ ഹെൽപ്പ് ചെയ്തല്ലേ, അപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് മീര വീണ്ടും അവിടെ പിടിച്ചു നിർത്തും. അപ്പം രേവതി വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും മീര പറയാണ്, വേണ്ട, കഴിച്ചിട്ട് പോയാൽ മതി, കാരണം എനിക്കൊരു സഹായം ചെയ്തല്ലേ, അപ്പൊ ഭക്ഷണം കഴിക്കാതെ പോയാൽ എനിക്കത് ഒരു കുറച്ചിലായിട്ടേ തോന്നത്തുള്ളൂ. എന്താ രേവതി ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ്. അപ്പൊ രേവതി ഓർത്തു വന്നാൽ പിന്നെ ഇത്രയും നിർബന്ധിക്കുന്നതല്ലേ, അപ്പൊ പിന്നെ നിന്നില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന്റെ ഇടയിൽ രേവതി ചേച്ചിക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്ന് എന്നോട് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. രേവതി ചേച്ചിയാണല്ലേ അവിടുത്തെ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്നത്. ഓ, നിങ്ങളുടെ അമ്മായിയമ്മേനെ സമ്മതിക്കണം കേട്ടോ, എന്ത് സാധനം അവര്, ആ സ്ത്രീ രേവതി ചേച്ചിനെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിക്കുന്നത്. ഇത് കേട്ടത് നമ്മുടെ രേവതിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. നമ്മുടെ മീരയോട് പറഞ്ഞു, അതെ, എൻ്റെ അമ്മായിയമ്മനെ കുറിച്ച് മീരയ്ക്ക് പറയാനേ ഒരു അവകാശവും ഇല്ല കേട്ടോ. എൻ്റെ അമ്മായിയമ്മ എന്നോട് എന്തും ചെയ്തോട്ടെ, പക്ഷെ അതൊക്കെ ഞാൻ സഹിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്. അത് വേറുള്ളവരോട് പറയുന്നതും അത് വേറുള്ളവർ എന്നോട് പറയുന്നതും എനിക്കിഷ്ടമല്ല. എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം അങ്ങനെയായി പോയി, അത് സാരമില്ല, എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞപ്പം, എന്താ രേവതി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, രേവതി ചേച്ചിനെ അവിടെ ഇട്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. മോളെ, അതൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്നേ. ഞാനേ പണ്ട് മുതലേ ജോലികളൊക്കെ ചെയ്ത് തന്നെയാ വളർന്നത്. ഒരു 4ാം ക്ലാസ് മുതൽ വീട്ടിലെ അടുക്കളപ്പണി മുഴുവൻ ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മ പൂവിക്കാൻ പോകുമ്പോഴും അച്ഛനാണെങ്കിൽ കരിമ്പ് കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഞാനാ വീട്ടിലെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പണിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. പിന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന് നമ്മൾ എന്തിനാ ഈ കണക്കും എണ്ണിപ്പറക്കിയൊക്കെ പറയുന്നത്. എൻ്റെ അമ്മായിയമ്മ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും
ആ സ്ത്രീക്ക് ഞാനൊരു ബഹുമാനം കൊടുക്കുന്നുണ്ടല്ലോ. അതെന്റെ അമ്മായിയമ്മയല്ലേ, എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ, എന്റെ ഭർത്താവിനെ പ്രസവിച്ചതല്ലേ, അത് കാരണമല്ലേ സച്ചേട്ടനെ എനിക്ക് കിട്ടിയത്. അപ്പൊ ആ ഒരു ബഹുമാനം ഞാൻ കൊടുക്കണ്ടേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മീരയ്ക്ക് വല്ലാത്തൊരു അതിശയം തോന്നുവാണ്. മീര മനസ്സിൽ തന്നെ വിചാരിക്കുകയാണ്, എന്റെ പൊന്നോ, ശ്രുതിയൊക്കെ പറയുന്നതിൽ ഒരു ഇതുമില്ല. ശ്രുതിക്കാണെങ്കിൽ രേവതിനെ ഇഷ്ടവുമല്ല. പക്ഷെ എന്ത് പാവാ ഈ ശ്രുതിയാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരി എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നമ്മുടെ മീര. കാരണം ചോറ് തിന്നുന്നവന് മനസ്സിലാവൂല്ലോ നമ്മുടെ രേവതിയുടെ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പം. അങ്ങനെ രേവതി ചോദിക്കുകയാണ്, അല്ല, നീ നീയും ശ്രുതിയും തമ്മിൽ പണ്ട് മുതലേ കൂട്ടുകാരാണോ എന്ന് ചോദിക്കുമ്പം ആ അതെ, ഞങ്ങൾ പണ്ട് മുതലേ കളിക്കൂട്ടുകാരാന്ന് പറയുമ്പം അതിന് ശ്രുതി മലേഷ്യയിലല്ലായിരുന്നോ? അത് മലേഷ്യയിലായിരുന്നു. എൻ്റെ ദൈവമേ, പെട്ടുപോയല്ലോ എന്ന് ഓർക്കാണ് നമ്മുടെ മീര. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനും മലേഷ്യയിലായിരുന്നു, ഞങ്ങള് ഫാമിലി ഫുള്ള് മലേഷ്യയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വെക്കേഷനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുമിച്ചൊക്കെ കൂടുമായിരുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലേ? ആ, ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. എനിക്ക് പിന്നെ അതൊന്ന് കാണിക്കുവോ? അതെങ്ങനെ ഇപ്പൊ കാണിക്കുന്നത്? അങ്ങനെ വീണ്ടും നമ്മുടെ രേവതിയുടെ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ മീര പെട്ടുപോവാണ്. മീര പറഞ്ഞു, അത് ഫോട്ടോസ് എവിടെയാ ഇരിക്കുന്നതെന്ന് ചോദിച്ചാലും അതിപ്പം അതിപ്പോ എനിക്കറിയില്ല. അതിപ്പോ ഇവിടെയല്ല, ഇതിപ്പോ ഞങ്ങളുടെ പുതിയ വീടല്ലേ, ഞങ്ങളുടെ തറവാട്ടിലാ പഴയ ഫോട്ടോസൊക്കെ ഇരിക്കുന്നത്. ഓ, ആണല്ലേ, ഏതായാലും നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഒന്നും ഇല്ല, നിങ്ങൾ നല്ല കൂട്ടുകാരാണല്ലോ. ഈ കൂട്ട് എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയുടെ മോനും നമ്മുടെ ശ്രുതിയുടെ അമ്മയും ഒക്കെ കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണമല്ലോ ശ്രുതിയുടെ അമ്മേനെയും കുട്ടീനെയും ആദിമോനെ. അങ്ങനെ ബാ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവിടെ കിടക്കണം നമ്മുടെ സച്ചി വരുന്നത്. അപ്പൊ സച്ചി മോനെ ആദീന്ന് വിളിച്ചോണ്ട് കയറി വരും. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോകും. ശ്രുതി പറഞ്ഞു, അയ്യോ ബാഗൊക്കെ എടുത്ത് മാറ്റി വെക്കി, ഇതേ കയറി വരുന്നുണ്ട്, ഇവൻ എന്താ ഇത്ര നേരത്തെ കയറി വരുന്നത്, ഇവനിപ്പൊ അങ്ങ് പോയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വെപ്രാളപ്പെട്ട് ബാഗൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് ഒന്നും അറിയാത്ത ഒരു രീതിയിൽ ശ്രുതിയുടെ അമ്മേനെയും മോനെയും കൂടി ഇങ്ങനെ ഇരുത്തിയേക്കാണ്. അപ്പൊ സച്ചി കയറി വന്നിട്ട്, ഇതെന്താ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്, രണ്ടുപേരും എന്തെങ്കിലും കഴിച്ചോ? അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ഇല്ല, കഴിക്കാറാവുന്നല്ലേ ഉള്ളൂ മോനെ, ഞാനൊന്നും കഴിച്ചില്ല. എങ്കിലേ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ദേ നോക്കിക്കേ, ഇതേ മോന് ഇഷ്ടമുള്ള ബിരിയാണിയാ എന്ന് പറഞ്ഞു ബിരിയാണി എങ്ങാണ്ട് പാഴ്സൽ മേടിച്ചോണ്ട് വന്നു. അപ്പൊ അവിടെ നമ്മുടെ ശ്രുതിനെ കണ്ടു. ശ്രുതിനെ കണ്ടതും, പൗഡർ ഇടത്തി ഇതുവരെ പോയില്ലേ, ഇതെന്താ പൗഡർ ഇടത്തി പോകാതെ ഇവിടെ നിൽക്കുന്നത്, അത് ഞാൻ ഇവിടുന്ന് പോയിട്ട് സച്ചിക്ക് എന്തെങ്കിലും കാര്യം നേടാനുണ്ടോ? ഏയ്, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, എന്നും രാവിലെ എഴുന്നള്ളുന്നതാണല്ലോ. അല്ല, ഇവരുണ്ടായിട്ട് പോലും ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു നോക്കിയതാണ്. എന്തു പറ്റി ശ്രുതിയടത്തേക്ക് ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ? അതോ ഭർത്താവ് ബിസിനസ് കുളവാക്കി കളഞ്ഞോ? എന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ സച്ചി. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ എപ്പോഴും എപ്പോഴും സുധീനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? സുധി ബിസിനസ് ഒന്നും കുളവാക്കില്ല, സുധി നല്ല രീതിയിൽ തന്നെയാണ് ബിസിനസ് നോക്കുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്തിനാ എപ്പോഴും എപ്പോഴും വഴക്കുണ്ടാക്കണത്? നിങ്ങൾ ഒരു കുടുംബത്തിലെ ആൾക്കാരല്ലേ, അനിയത്തിയും ചേടത്തി അനിയനും അല്ലേ, നിങ്ങൾ ആ ഒരു ഇതിൽ പോകത്തില്ലെന്ന് ചോദിച്ചപ്പോ ഒരു ചേടത്തി, എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പം പൗഡർ എടുത്തി പോയാലും പോയില്ലെങ്കിലും എനിക്കെന്താ, ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കുമോ? എല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, പൗഡർ എടുത്തേം പോയി പ്ലേറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ചിക്കൻ ബിരിയാണി ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പം, അതെ, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിക്കാനൊന്നും അല്ല മേടിച്ചോണ്ട് വന്നത്, എല്ലാവർക്കും കൂടിയാണ് മേടിച്ചോണ്ട് വന്നത്. അല്ല, അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നത്, അല്ല, ഇവിടെ രേവതി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ ഇത് പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നത്? അത് പിന്നെ രേവതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്കറിയാം, അത് നമുക്ക് വൈകിട്ട് കഴിക്കാം, ഇതിപ്പം നമുക്ക് കഴിക്കാം, വൈകിട്ട് അത്രയും പണി രേവതിക്ക് കുറഞ്ഞു കിട്ടൂലേ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, അത് പിന്നെ എങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേനായിരുന്നല്ലോ ആദിക്ക്. ഓഹോ, അല്ല, പൗഡർ അടുത്തേക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ഇതുവരെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇപ്പം ഭക്ഷണം ആദിക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന്, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം, അത് ഒരു കുഞ്ഞിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി എന്ന് ഓർത്തോണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇവന് സത്യം പറഞ്ഞ ഒരു കൊച്ചല്ലേ, ആ കൊച്ചിനോട് എന്തിനാ ഞാൻ വാശി വൈരാഗ്യമൊക്കെ കാണിക്കുന്നത്, അവന് ഞാൻ ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞത് എന്താ കുഴപ്പമിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞ, എന്തെങ്കിലും ആയിക്കോട്ടെ, മോനൊരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദി പറഞ്ഞു, അയ്യോ അമ്മ, എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് പാത്രം എടുത്തുകൊണ്ട് വന്ന് ബിരിയാണി വിളമ്പി ആ കുട്ടിക്ക് വാരി കൊടുക്കുകയാണ്. അപ്പം വാരി കൊടുക്കുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ, അവൻ വരുകയും ചെയ്തു, പോകുന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം, ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ലാസ്റ്റ് തലവേദനയായി തീരും, അവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു,
വന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പതിയെ റൂമിൽ നിന്ന് വരുമ്പോഴത്തേക്കും സച്ചി ആ കാഴ്ച കണ്ട് ഞെട്ടാണ്. നമ്മുടെ ശ്രുതി ആദ്യം ഒരു വാരി കൊടുക്കുന്നു. ഏ എന്തിത് കാണാൻ കഴിയാത്ത കാഴ്ച, സ്വപ്നമോ എന്നും പറഞ്ഞ് സച്ചി കണ്ണൊക്കെ ഇങ്ങനെ പൊളിച്ചു നോക്കുകയാണ്. ഈർക്കിലൊക്കെ ഇട്ട് ഇങ്ങനെ കിള്ളി വേണമെങ്കിൽ നോക്കൂട്ടോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി ഇത് കണ്ടു. അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി സച്ചി നോക്കുന്നത് എന്താണെന്ന്. അപ്പൊ സച്ചി ചോദിച്ചു, അയ്യോ ഇതെന്താ എന്റെ പൗഡർ എടുത്ത് വാരി കൊടുക്കുന്നോ, അതും ആദിമോന്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ അവനെ കിടന്ന് ഭയങ്കര കരച്ചില്, അവനാരെങ്കിലും വാരി കൊടുക്കണമെന്ന്, അതും കൊണ്ട് വാരി കൊടുക്കുന്നത്. ഏയ് കുട്ടി വാരി തിന്നുന്നതില് ആരെ കൊണ്ടെങ്കിലും വാരി കൊടുപ്പിക്കുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ ഈ പൗഡർ എടുത്ത് എന്തിനാ വാരി കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ലാത്തത്. എന്തോ പറ്റി പൗഡർ എടുത്ത്, അല്ല എനിക്കിതൊന്നും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, സച്ചിക്ക് എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുഞ്ഞു കൊച്ചല്ലേ, ഒരു കുഞ്ഞു കൊച്ചിന് ഞാനിത് ഭക്ഷണം വാരി കൊടുത്തെന്ന് അവൻ തിന്നാതിരിക്കല്ലേ, അപ്പം വാരി കൊടുത്തെന്ന് ഓർത്ത് എന്താ കുഴപ്പം, എനിക്ക് പ്രത്യേകിച്ച് ഇവനോട് വാശിയോ വൈരാഗ്യോ ഒന്നുമില്ല, ഇവനൊരു കുട്ടിയല്ലേ, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒരു പ്രശ്നമില്ല കൊടുത്തോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി തന്നെ ആ കുട്ടിക്ക് വാരി കൊടുക്കാനായിട്ട്. അപ്പൊ ഇതിനിടയിൽ സച്ചി പറയുന്നുണ്ട്, നാളെ മോന്റെ കണ്ണിലെ കെട്ടടിക്കുമല്ലോ, അത് കഴിയുമ്പോൾ മോൻ എല്ലാവരെയും കാണാനായിട്ട് സാധിക്കുമല്ലോ, അത് കഴിയുമ്പോൾ നമുക്ക് ബീച്ചിലും സിനിമയ്ക്കും ഒക്കെ കൊണ്ടുപോകാട്ടോ, കൊച്ചിന്റെ ആഗ്രഹം എല്ലാം ഈ അങ്കിള് സാധിച്ചു തരാന്ന് പറയാം. അപ്പൊ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, എന്റെ ഈശ്വര ഇന്നും അപ്പം രക്ഷപ്പെടാൻ പറ്റൂലെന്നാ തോന്നുന്നത്. ഇനിയിപ്പം വന്നു കഴിയുമ്പോൾ ഞാൻ ആന്റിയോട് എന്താ പറയാ, ആന്റീനെ അങ്കിളിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചതാ, ഇനിയിപ്പോൾ ആ തള്ള എന്റെ മെക്കിട്ട് കയറൂലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഈ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. സച്ചി അങ്ങോട്ട് റൂമിൽ പോയി. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി വരിക. രേവതി അവിടെ നിന്ന് പാടുപെട്ടാട്ടോ വരുന്നത്. രേവതിനെ എന്ത് ചെയ്താൽ നമ്മുടെ മീര വിടത്തില്ലായിരുന്നു. ഒരു വിധത്തിൽ നമ്മുടെ രേവതി എത്തിക്കഴിഞ്ഞപ്പോൾ സച്ചി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. രേവതിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, വല്ലാത്ത അതിശയമായി പോയി എന്ന് പറഞ്ഞപ്പോൾ, അതിനിപ്പോ എന്താ ചോറ് വാരി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട്, അതിനിപ്പോ എന്താ സച്ചേട്ട പ്രശ്നം ഇരിക്കുന്നത്, ചോറ് വാരി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ല. എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ ഒരമ്മയുണ്ട്. ആ ഒരു അമ്മയായിരിക്കും നമ്മുടെ ശ്രുതിയുടെ മനസ്സിലും ഒരു അമ്മയുണ്ടല്ലോ, എല്ലാ സ്ത്രീകളുടെ മനസ്സിലും ഒരു അമ്മയുള്ളതാണ്. അപ്പം ആ ഒരു ഇതിനങ്ങ് വാരി കൊടുത്തായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും, ഓ എന്റെ പൊന്നമ്മേ നമിച്ചിരിക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ സച്ചേട്ടൻ എന്റെ അമ്മ എന്ന് വിളിച്ചില്ലേ, ഞാനൊരു അമ്മയല്ലല്ലോ, എന്നിട്ട് സച്ചേട്ടൻ എന്റെ അമ്മ എന്ന് വിളിക്കാൻ തോന്നിയില്ലേ, അതൊരു ഞാൻ സ്ത്രീ ആയിട്ടല്ലേ. ഇത് കേട്ടോ സച്ചി പറഞ്ഞു, നമിച്ചു നിർത്ത്, നീ എൻ്റെ കൂടെ കൂടി എല്ലാ സംസാരവും പഠിച്ചിട്ടുണ്ട്, ഇനി നീ സംസാരിക്കണ്ട, മതി നിർത്ത് എന്ന് പറഞ്ഞപ്പോൾ, എന്ത് നിർത്താന്, ഞാനൊരു സത്യമല്ലേ സച്ചേട്ട പറഞ്ഞതെന്നൊക്കെ പറയാണ് കേട്ടോ. എന്നാലും അത് കഴിഞ്ഞ് നമ്മുടെ രേവതി നേരെ കുട്ടീനെ കാണുന്നുണ്ട്. കുട്ടിക്ക് എന്തോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ രേവതി മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് കുട്ടിക്ക് അത് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് പിടിക്കാതെ നമ്മുടെ ശ്രുതി അവിടെ നിൽപ്പുണ്ട്. ശ്രുതിക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചാൽ മതി. ഇനിയിപ്പൊ ചന്ദ്രയും രവീന്ദ്രനും പുറകെ വരും. ചന്ദ്ര നമ്മുടെ ശ്രുതിനെ എടുത്തിട്ട് പെരട്ടുകയും ചെയ്യും. ശ്രുതി പറഞ്ഞയക്കാൻ ഓർത്തിരുന്ന ആയിരുന്നല്ലോ, പക്ഷെ എല്ലാം കുളമായി കയ്യിലിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നാളെ ഏകദേശം ഇത്രയൊക്കെ ഭാഗം കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. ഇനിയിപ്പം ഇത്രവും ചിലപ്പോൾ എത്താനും വഴിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതുവരെ ഇന്ന് എത്തിയിട്ടില്ല. ഇന്ന് ഇപ്പം എത്തി നിൽക്കുന്നത് രേവതിയും നമ്മുടെ മീരയും തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ്. ആ ഒരു ഇവിടം വരെ എത്തിയുള്ളൂ. ഇന്നലെ ഞാൻ അത് കഴിഞ്ഞ് കുറെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞ കഥ നാളെ ചിലപ്പം ഇത് ഇവിടം വരെ എത്തണം എന്നില്ല കേട്ടോ. ചിലപ്പം പകുതിയും കൊണ്ട് നാളെ നിർത്താനും ചാൻസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ആടും അങ്ങനെ പരസ്യങ്ങളൊക്കെ കയറി വരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ഒരു അരമണിക്കൂറുള്ള കഥയാണല്ലോ. അതിനിടയ്ക്ക് 10 മിനിറ്റ് പരസ്യം പോകും. അപ്പം ബാക്കിയുള്ള സമയമല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനെ ഒപ്പം കഥ നീങ്ങി വരാത്തത്. അപ്പൊ ഞാൻ ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പറഞ്ഞ് ബോറാക്കുന്നില്ല, ഇവിടെ കൊണ്ട് നിർത്താണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ അലീനയുടെ ഇന്നത്തെ കഥ നമുക്ക് ഫുൾ വിശേഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ ഫുൾ വിശേഷം ഇടാത്തത്. പിന്നെ പ്രമോ വിശേഷം ഇന്നലെ വൈകിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഫുൾ വിശേഷം നമ്മുടെ അലീനയുടെ കഥ എപ്പോഴാണോ വരുന്നത് അത് ഞാൻ വരുന്നപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിനു മുമ്പ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷവും നയനയുടെയും മാതച്ചിന്റെയും ഫുൾ വിശേഷവും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതിൽ നമ്മൾ രേവതിയുടെയും സച്ചിയുടെ അപ്കമിങ് വിശേഷം ചെയ്യാറുണ്ട്. അതായത് വരാനിരിക്കുന്ന കഥകൾ ചെയ്യാറുണ്ട്. അപ്പം അതിൽ നമ്മൾ ഇന്ന് കഥ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്നൊരു ഉച്ചയ്ക്ക് 2 മണി 3 മണിയോട് കൂടി അതിൽ കഥ ഇടുന്നുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. അപ്പം എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.